നിങ്ങൾക്ക് വേണ്ടി ഒരാഴ്ച മുഴുവൻ 4 ചുവരാകുന്ന അടുക്കളയിൽ കിടന്ന് രാത്രിയും പകലും കിടന്ന് അധ്വാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ചുക്കിച്ചുളിയുമ്പോൾ ശരീരത്തിൻ്റെ മാംസവും തൊലിയും ചുക്കിച്ചുളിഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾ സ്നേഹിച്ചു നോക്കുകയും ആ സ്നേഹത്തിന് ഭയങ്കര വിലയുണ്ട്. ആ സ്നേഹത്തിന് വലിയ വിലയുണ്ട്. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അടുത്തൊരു കുറിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ശരണത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ ഭാര്യയെ പരസ്പരം മനസ്സിലാക്കണം. ഇനി ഭർത്താവിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യങ്ങൾ പറഞ്ഞേക്കാം, നമ്മുടെ സമയത്തീരം. ഭർത്താവിനെ ഒന്ന് മനസ്സിലാക്കണം. ഭാര്യമാർ പ്ലീസ്, ഭാര്യമാരെ ഒന്ന് മനസ്സിലാക്കിക്കേ. ഈ ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? പല കാര്യവും തുറന്ന് പറയാറില്ല. പല കുടുംബത്തിലും കട കയറി മൂടി നിൽക്കുമ്പോഴും ചില കുടുംബത്തിലെ ഭാര്യമാർ അറിയില്ല. എന്നിട്ട് ഭാര്യമാർ വന്നിട്ട് പറയും, അങ്ങനെ വലിയ വാദമൊന്നും പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ, ഒരക്ഷരം പോലും പറയുന്നില്ല. കടം നടക്കി വരെ ഒന്ന് ജഡ്ജിനോട് വീട്ടിൽ വരുമ്പോഴാണ് ഇതെന്താ പരിചയമെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത് കടം ഉണ്ടായിരുന്നു. പറയുകയാണ് പ്രിയപ്പെട്ടവരെ, പുരുഷന്റെ ഒരു പ്രത്യേകത എന്താ? പറയുക. അവനൊന്ന് താങ്ങും. എന്റെ ഭാര്യ മക്കളും സുരക്ഷിതമായിട്ടിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് നിങ്ങളുടെ പോകുന്നതിന് ഒരു ധ്യാനം ഉണ്ടായിരുന്നു രാമപുരത്ത്. അവിടെ വെച്ചിട്ട് ഒരു മനുഷ്യൻ 40 വർഷം വിദേശത്ത് പോയി, മരുഭൂമിയിൽ പോയി കിടന്ന്, അറബിയാനിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിക്കൊണ്ട് വന്നു. 40 വർഷം കഴിഞ്ഞ് മക്കളെയൊക്കെ നല്ല രീതിയിൽ എത്തിച്ചു. മകളൊരാൾ ഡോക്ടറാണ്. എന്നിട്ടിപ്പോ നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ജീവിതം തുടങ്ങിയപ്പോൾ ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങയുടെ സൗന്ദര്യം പോരാ, അങ്ങയുടെ സംസ്കാരമില്ല, സംസാരിക്കാൻ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു 2-3 വണ്ടിയും കാറും എല്ലാ സംവിധാനങ്ങളും ആയി കഴിഞ്ഞപ്പോൾ ഭർത്താവിനും വീട്ടിൽ വളർത്തുന്ന നായയുടെ വില പോലും ഇല്ല. ചില കുടുംബങ്ങൾ അങ്ങനെയുണ്ട് കേട്ടോ. ഭർത്താവിന് ഒരു വിലയും എത്ര പേര് കടയിലുണ്ടെന്നറിയാം മുമ്പിൽ വന്നിരുന്നു. ബ്രദറെ, വീട്ടിൽ കൊടുക്കുന്ന പട്ടിയോട് ഇതിൽ കൂടുതൽ എന്നോട് കാണിക്കുന്നതിനെ കൂടുതൽ കാണിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയ പറഞ്ഞിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീകൾ ഒരു ഭവനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചു, പക്ഷേ ബഹുമാനം കൊടുക്കേണ്ടത് പുരുഷൻ എപ്പോഴും വേണ്ടത് ഈ സ്നേഹത്തിന്റെ ചക്രവാക്കല്ല. ഹലോ, നിങ്ങൾ ഓർക്കരുത്, പുരുഷന് നിങ്ങൾ കാണുമ്പോൾ തന്നെ ചേട്ടായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ കൊടുക്കുമ്പോഴോ ഇനിയിപ്പോ ധ്യാനം കഴിഞ്ഞല്ലോ ചെന്നിട്ട് വേണം 2 ഉമ്മ കൊടുക്കാൻ ഓർക്കരുത്. അതല്ല പുരുഷന് വേണ്ടത്, അല്ലേ? ഒന്നാമത്തെ കാര്യം പുരുഷന് വേണ്ടത്, ഒരു ഭർത്താവിന് വേണ്ടത് അവനെ മനസ്സിലാക്കണം. രണ്ട്, അവനെ ബഹുമാനിക്കണം. നിങ്ങൾ ഒന്നും വേണ്ടിയില്ലെങ്കിലും അങ്ങനെ വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? തെറ്റല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, തെറ്റല്ല. ഒന്ന് മനസ്സിലാക്കാമോ? ക്ഷീണിച്ച് വരുമ്പോ ഇന്ന് എന്തോ ടെൻഷൻ ആയിട്ടാണോ വന്നത്? ഒരു 10 മിനിറ്റ് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊണ്ടുവച്ചെടുത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആ മനുഷ്യന്റെ അടുത്ത് ഇരുന്നിട്ട് എന്നാ പറ്റി, ഇന്ന് എന്താ ഒരു സങ്കടം ചോദിച്ചിട്ട് എത്ര കാലമേ? രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ മിണ്ടാതിരുന്നാലും ചോദിക്കുമ്പോ പതുക്കെ പറയും. സ്നേഹത്തോടെ ചോദിക്കണം, പതിയെ ചോദിക്കണം, കൽപ്പിച്ച് ചോദിക്കരുത്. എന്നാ മോഹം എങ്ങനെ ഇരിക്കുന്നേ, എങ്ങനെ ചോദിക്കട്ടെ, എന്നാ പറ്റിയത്, എന്നെ ഒരു സങ്കടമാണ്, അങ്ങനെ ചോദിക്കുന്നു. പതിയെ പറയും. ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ കാര്യമാണ്, കയ്യിൽ നിന്ന് കുറെ കാശ് പോയി, ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. നാളെ കൊടുക്കേണ്ട പൈസയാണ്, അടുത്ത ആഴ്ച കൊടുക്കേണ്ടതാണ്. ഒരു ഭാര്യയുടെ ഇത് ഭർത്താവ് പറയണമെങ്കിൽ അവന് തോന്നണം എൻ്റെ ഭാര്യയോട് പങ്കുവെക്കേണ്ടതാണെന്ന്. അങ്ങനെ തോന്നണമെങ്കിൽ ഭാര്യയുടെ സമീപനം അങ്ങനെ ആയിരിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭർത്താവ് നിങ്ങളോട് സങ്കടങ്ങൾ തുറന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ അടുത്ത വാക്ക് പറയണം, സാരമില്ലെന്നേ, നമുക്ക് ശരിയാക്കാം, നമ്മൾ ശരിയാവും. നമുക്കത് ഒരാഴ്ചയെങ്കിലും ഉണ്ടല്ലോ ശരിയാക്കാം. പറഞ്ഞു നോക്കിക്കേ, 5-10 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നാട്ടുകാരോട് പറയുന്നതും കൂട്ടുകാരോട് പറയുന്നതും ഫോൺ എടുത്തിട്ട് വിളിക്കും. എടി, നിന്റെ ഒരു കാര്യമുണ്ടല്ലോ, നീ എന്നാ ചെയ്യണ്ടേ, നീ എന്നാ പറയുന്നത്
ഇന്ന് കുടുംബത്തിൽ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സ്നേഹം പരിശീലിപ്പിക്കണം കേട്ടോ. സ്നേഹം നിങ്ങൾ കൊടുക്കാതെ പോയൊരു കാര്യം. നിങ്ങൾക്ക് ഇപ്പോൾ പലരും പറയുന്നില്ല, കിട്ടുന്നില്ല, ശരിയാകുന്നില്ല, അങ്ങനെ ശരിയാവുന്നില്ല, മദ്യത്തിൻ്റെ പുറകെ പോവുക, മയക്കുമരുന്നിൻ്റെ പുറകെ പോവുക, MDMAയുടെ പുറകെ പോവുക. ഞാനൊരു കാര്യം പറയട്ടെ, മത്ത നട്ടുക കുമ്പളം മുളക്കില്ലാത്ത ഒരു നാട്ടിലൊരു ചുവട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഭാര്യ ഒരു ഭർത്താവിന് സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയാണ്. ഒരു ഭാര്യയുടെ സപ്പോർട്ട് ഒരു ഭർത്താവിന് കിട്ടിയാണ്. അതിനപ്പുറത്തേക്ക് ലോകത്ത് കയറുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിന് അഡ്രസ്, നിങ്ങളുടെ ജീവിതത്തിന് വില തരുന്നത്. ലോകത്ത് ആര് നിങ്ങൾക്ക് വില തന്നില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വില തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വില കൊടുത്തില്ലെങ്കിലും അത് പ്രശ്നമാണ് കേട്ടോ, അത് വേറെ പ്രശ്നം. വില തരാൻ തുടങ്ങിയാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ നമ്മൾ മനസ്സിലാക്കണം. ഭാര്യമാരെ മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കാൻ തുടങ്ങണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുക്കി ജന്മം കൊടുക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള വശമൊക്കെ ഉണ്ട്. സൈക്കോളജിക്കൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് മേഖലകളുണ്ട് പറയാൻ. പിന്നെ ഇതെല്ലാം ഇങ്ങനെ കാച്ചുകുറുക്കി പറയുന്ന സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പലതരം കുറിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കളെ ചേർത്ത് പിടിക്കണം. ഇടയ്ക്കൊരു ചുംബനമെങ്കിലും കൊടുക്കണം. ഇനി ചുംബിക്കാൻ പറ്റിയില്ലെങ്കിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഈ പണ്ടൊക്കെ കാരണന്മാർ പറയും, കുരിശു വരച്ച് കഴിയുമ്പോൾ ഈശോയ്ക്ക് സ്തുതി കൊടുക്കാൻ ചെല്ലുന്ന പരിപാടി. അത് വലിയൊരു രഹസ്യമാണ്, നമുക്കറിയാത്തൊരു വലിയ രഹസ്യമാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ മോനെ ചക്കര ഉമ്മാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ടു. എനിക്കെന്ത് പറ്റി അപ്പനെന്ത് പറ്റിയെന്ന് പറയും. പക്ഷേ ഈ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന വലിയ കാര്യമാണ്. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യണം. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്തുതി കൊടുക്കുന്ന രംഗമുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പനും അമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചുംബനം കൊടുത്ത് നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കള